ഞാൻ അവിടെ ഓക്കെ അല്ല, അതുകൊണ്ടാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ ഇവിടെയാണ് ഓക്കെ ആയിട്ട് നിൽക്കുന്നത്. അതാണ് എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റ് പറ്റി. സമ്മതിക്കുന്നു. അതിനകത്തുള്ള ഫൈനും ഞാൻ അടച്ചിട്ടുണ്ട്. എന്നെ നോക്കിയത് എൻ്റെ അച്ഛൻ, അച്ചാമ്മ, വല്യമ്മ, വല്യച്ഛൻ, അവരെല്ലാവരും തന്നെയാണ്. കേട്ടല്ലേ? ഹായ് ഓൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കഴിഞ്ഞ ദിവസം കിച്ചു ഒരു ലൈവ് വന്നിരുന്നു. കിച്ചുവിൻ്റെ യൂട്യൂബ് ചാനലിലാണ് ലൈവ് വന്നിട്ടുണ്ടായിരുന്നത്. ആ ലൈവിൽ ഇരുന്ന് സംസാരിച്ച കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഞാനിതൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടൊന്നുമല്ല ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ രേണുവിനെ കുറിച്ചും ഇപ്പോൾ സുധീനെ കുറിച്ചും ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു മറുപടി എന്നോണം കിച്ചു ചെയ്ത ഒരു വീഡിയോ ആണിത്. യൂട്യൂബ് ചാനലുകളും യൂട്യൂബുകാരും ഒക്കെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ സത്യം എന്തെന്ന് എനിക്ക് പറയണം, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിച്ചു സംസാരിച്ച ഒരു വീഡിയോ ആണ്. പക്ഷേ ഒന്നിനും കൃത്യമായ ഒരു ഉത്തരം അവിടെ കിച്ചു കൃത്യമായിട്ട് അവിടെ പറഞ്ഞില്ല. പക്ഷേ എന്തൊക്കെയോ കിച്ചു അവിടെ പറഞ്ഞു വെച്ചിരുന്നു. ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഫസ്റ്റ് തന്നെ കണ്ട വീഡിയോയിൽ പുതിയതായി പണിത ആ വീടിനെ കുറിച്ചാണ് അവിടെ കിച്ചു സംസാരിച്ചത്, മറ്റൊന്നിനെ കുറിച്ചല്ല. ആ വീട്ടിൽ എന്തുകൊണ്ടാണ് കിച്ചു താമസിക്കാത്തത്, എന്തുകൊണ്ടാണ് കിച്ചു ആ വീട്ടിൽ താമസിക്കാത്തത് എന്നൊരു ആൾ ചോദിച്ചപ്പോഴുള്ള മറുപടിയായിരുന്നു അത്. ആ വീട്ടിൽ ഞാൻ അത്ര കംഫർട്ടല്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ താമസിക്കാത്തത്, അല്ലാതെ എന്നാരും ഉപദ്രവിച്ചിട്ടോ എന്നാരെയും ഇറക്കി വിട്ടിട്ടോ ഒന്നുമല്ല എന്നൊക്കെ അവിടെ കിച്ചു ഇരുന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും കുട്ടിക്ക് ആ വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല എന്നുള്ളത് ആ ഒരൊറ്റ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ ആ കുട്ടിക്ക് അച്ഛൻ വീട്ടുകാരോടാണ് കൂടുതൽ താല്പര്യം, അവിടെ പോയി നിൽക്കാനാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളതൊക്കെ ആ ലൈവ് ത്രൂ ഔട്ട് കണ്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. അതിലൊരാൾ ചോദിച്ച ചോദ്യം തന്നെയായിരുന്നു അത്. കിച്ചുവിനെ ആരാണ് നോക്കിയത്, വീണ നോക്കിയോ അതോ രേണു നോക്കിയോ എന്നുള്ളൊരു ചോദ്യത്തിന് അവിടെ പറഞ്ഞ മറുപടിയും അത് തന്നെയായിരുന്നു. എന്നെ നോക്കിയത് എൻ്റെ അച്ചാമ്മയും വല്യച്ഛനും വല്യമ്മയും, അവരെ കുറച്ച് പേരുടെ പേരുകൾ പറയുന്നുണ്ട്, അവരെല്ലാമാണ് എന്നെ നോക്കിയത്, വേറെ ആരുമല്ല എന്നെ നോക്കിയത് എന്നൊരു കാര്യം അവിടെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിച്ചുവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് കിച്ചു ആ വീഡിയോ ചെയ്തത്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് ലഹരി കേസിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു, വണ്ടി ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യം തന്നെയായിരുന്നു. അതിനെയാണ് ഉത്തരം അവിടെ തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വണ്ടി കുടിച്ചിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നവിടെ സമ്മതിക്കുന്നുണ്ട്. ഞാൻ കള്ളു കുടിച്ചു വണ്ടി ഓടിച്ചു, അത് പിടിച്ചു, അതിന് 1000 രൂപ പിഴ അടച്ചു, അതിനുവേണ്ടി കോടതിയിൽ പോയി. കോടതിയിൽ അവര് അവിടുന്ന് ഒരു ദിവസം മുഴുവൻ കോടതിയിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് ആ ശിക്ഷയും സ്വീകരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അല്ലാതെ തെറ്റ് ചെയ്തത് ഞാൻ സമ്മതിക്കുന്നു, അല്ലാതെ പക്ഷേ ഇതിപ്പോൾ എല്ലാവരോടത്തും പറഞ്ഞു നടക്കാനായിട്ട് പറ്റിയൊരു കാര്യമില്ലാത്തത് കൊണ്ടാണ് പറഞ്ഞു നടക്കാത്തത്. ഇത് വെച്ച് ഞാൻ ആരും ഭീഷണിപ്പെടുത്തുന്നില്ല എന്നൊക്കെയാണ് അവിടെ കിച്ചു പറയുന്നത്. പിന്നെ അറിവില്ലാത്ത പ്രായത്തിൽ എൻ്റെ ഭാഗത്ത് നിന്നൊരു തെറ്റുണ്ടായിട്ടുണ്ട്, അത് അച്ഛനറിയാം, അച്ഛനായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, വെറുതെ ഊഹിച്ച കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. ആ കുട്ടിയുടെ ഭാഗത്തുനിന്ന് എന്തോ ഒരു തെറ്റ്, പ്രായം ശരിയല്ലാത്ത പ്രായത്തിൽ, അത് ബുദ്ധിയും ബോധമില്ലാത്ത ഏത് പ്രായത്തിലാണെന്നാണ് അവൻ തന്നെ പറയുന്നത്, ആ സമയത്ത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല, നന്നായി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്, നല്ലൊരു നിലയിലെത്തണം, അവിടെ ഋദ്ധപ്പനെ നോക്കണം, ഋദ്ധപ്പനെ ഏറ്റെടുക്കണം എന്ന് പറയുന്നുണ്ട്. ഋദ്ധപ്പനെ കൊണ്ടുവന്ന് നോക്കിക്കൂടായിരുന്നോ എന്നുള്ള ചോദ്യത്തിനാണ് പറയുന്നത്. ഋദ്ധപ്പനെ കൊണ്ടുവന്ന് നോക്കണം, അത് മാത്രമല്ല ഋദ്ധപ്പൻ ഇനി ചേട്ടൻ്റെ ഒപ്പം വന്ന് നിൽക്കുന്നുള്ളൂ എന്ന് പറയുന്ന ആ ഒരു പ്രായത്തിൽ അപ്പോൾ കൊണ്ടുവന്നാലല്ലേ കാര്യമുള്ളൂ എന്നവിടെ കൂട്ടുകാരൻ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും ഓരോ അർത്ഥങ്ങളുണ്ട്. ഞാനിപ്പോൾ അർത്ഥങ്ങളൊന്നും ഗണിച്ച് പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് അതൊക്കെ. ഓരോ കാര്യങ്ങൾ ആ കുട്ടി പറയുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അർത്ഥങ്ങൾ ഊഹിച്ചെടുക്കാവുന്ന കാര്യം തന്നെയുള്ളൂ. പിന്നെ സെക്കൻഡ് മാരേജ് ആണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം. അപ്പോൾ വീണ എന്ന് പറയുന്ന വ്യക്തിയെ കല്യാണം കഴിച്ചതാണ്. പക്ഷെ വീണ പറയുന്നത് മുഴുവൻ ശരിയല്ല എന്നാണ് അവിടെ കിച്ചു പറഞ്ഞു വെക്കുന്നത്. അവർ തമ്മിൽ വിവാഹം കഴിഞ്ഞ അന്നു മുതലേ ഒട്ടും സ്വരച്ചേർച്ചയില്ലായിരുന്നു, അവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു, കൊല്ലത്തായിരുന്നു, വീട്ടിലായിരുന്നു, അച്ഛൻ്റെ വീട്ടിലായിരുന്നു, അവർക്ക് എന്നെ നോക്കേണ്ടി വന്നിട്ടില്ല. ഒരുപാട് വിഷമങ്ങൾ ആ സമയത്ത് എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അവർ തമ്മിൽ ചേരാത്തതുകൊണ്ട് അവർ തന്നെ പരസ്പരം സംസാരിച്ച് ആ ഒരു ടോപ്പിക്കിന് ഉത്തരം കണ്ടെത്തി അവർ തമ്മിൽ വേർപിരിയാൻ തീരുമാനിക്കായിരുന്നു. ആ സമയത്ത് തന്നെയാണ് അവിടെ രേണു അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. പക്ഷെ രേണുവല്ല അവർ തമ്മിൽ ഡൈവോഴ്സ് ആവാൻ കാരണം എന്നാണ് കിച്ചു അവിടെ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇതിന് നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം നമ്മുടെ മുന്നിലില്ല. പക്ഷെ കിച്ചു അങ്ങനെ പറയുമ്പോൾ അത് സത്യമാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലിപ്പോൾ നമുക്ക് കിച്ചുവിനെ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ മെയിൻ ആയിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് രേണു സുധിയുടെ റാംബോക്ക് ആയിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ കുട്ടി ഒരു അക്ഷരം മിണ്ടിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്ന് വിളിക്കുന്ന ആ ഒരു
വ്യക്തി ആ കോലത്തിൽ അവിടെ നടക്കുന്നതിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി എന്ത് പറയാനാ? അവൻ മൗനം ഭജിച്ചു എന്നുള്ളതാണ് ആ ഒരു ചോദ്യത്തിന്. അവനെ റാംബോക്കോ അതെന്ത് എന്നുള്ള ചോദ്യത്തിൽ ഒരു അക്ഷരം ആ കുട്ടി മിണ്ടിയില്ല. പിന്നെ അമ്മേരെ റീൽസും വീഡിയോസും ഒക്കെ കാണാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇടയ്ക്ക് ചിലതൊക്കെ കാണാറുണ്ട്, ചിലത് ഇഷ്ടപ്പെടാറുണ്ട്, ചിലത് ഇഷ്ടപ്പെടാറില്ല എന്നവൻ കൃത്യമായി അവിടെ പറഞ്ഞു. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയുന്നതല്ലേ നല്ലത്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ചിലതൊന്നും എന്നവൻ പറയുന്നുണ്ട്. പിന്നെ അവന് പോക്കറ്റ് മണി വല്ലപ്പോഴൊക്കെ കൊടുത്തത് തന്നെ പറയണല്ലോ എന്നാണ് കൂട്ടുകാരൻ അവിടെ പറയുന്നത്. പിന്നെ അവിടെ കൂട്ടുകാരനാണ് ഒരു ഡയലോഗ് ഇട്ടത്, അമ്മ എന്ന് പറയുന്നത് ഇടയ്ക്ക് വന്നു പോകാനുള്ള കാര്യമല്ലല്ലോ എന്ന്. അതിൽ നിന്ന് തന്നെ കാര്യം മനസ്സിലാക്കാമല്ലോ. അമ്മ എന്നുള്ളൊരു പേരിന് അമ്മ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. കിട്ടേണ്ട സമയത്തും ചെയ്യേണ്ട കാര്യങ്ങൾ ഉള്ളെങ്കിലല്ലേ, കൂടെ നിൽക്കേണ്ട സമയത്ത് കൂടെ നിന്നെങ്കിലല്ലേ അമ്മയാവത്തുള്ളൂ. അത് കിച്ചവിടെ പറയുന്നില്ല, കൂട്ടുകാരൻ ഒരു ഡയലോഗ് ഇട്ടതാണ്. അമ്മയായോണ്ടായില്ല, വേണ്ട സമയത്ത് വേണ്ട, വല്ലപ്പോഴും വന്ന് എത്തി നോക്കുന്ന ആളല്ലല്ലോ അമ്മ എന്നൊരു ഡയലോഗ് അവിടെ കയറുന്ന കൂട്ടുകാരൻ പറഞ്ഞത്. ബാക്കി നിങ്ങൾ ഊഹിച്ചോ എന്നുള്ള അർത്ഥത്തിലാണ് അവൻ അതവിടെ ഇരുന്ന് പറഞ്ഞത്. അപ്പൊ അമ്മേനെ കുറിച്ചുള്ള ഒരു കൃത്യമായ പിക്ചർ അവിടെ വന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ രേണുവിന് അവൻ തള്ളി പറയാനൊന്നും നിൽക്കുന്നില്ല. എന്തുകൊണ്ടോ ഇനിയിപ്പോ അവിടെ നിൽക്കുന്ന ആളുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ, അവരെന്താ വെച്ചാൽ ചെയ്തോട്ടെ, ഞാനത് ചോദ്യം ചെയ്യാനോ പറയാനൊന്നും പോകുന്നില്ല എന്നാണ് കിച്ചോടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. പിന്നെ ആ കുട്ടീനെ ലഹരി കേസിൽ പിടിച്ചൊന്നും അത് പറയുന്നത് ഒന്നും സത്യമല്ല. ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഇരിക്കുമോ? എനിക്ക് ഇത്രയധികം ലഹരി കേസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് സാധിക്കുമോ എന്നാണ് ആ പയ്യൻ ചോദിക്കുന്നത്. സത്യമാണെന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും ഇപ്പോൾ അവൻ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ട് നല്ല രീതിയിൽ എത്തണം എനിക്ക് എന്നാണ് പറയുന്നത്. എനിക്കൊരു സ്വന്തമായിട്ടൊരു നിലനിൽപ്പും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഋതപ്പനെ ഏറ്റെടുത്ത് നോക്കണം, എനിക്കതിനെ നിന്നാലല്ലേ അതൊക്കെ സാധിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ പയ്യൻ ഇപ്പൊ ഭയങ്കര പക്വതയോട് കൂടിയാണ് സംസാരിക്കുന്നത്. അവനെ കാര്യങ്ങളുടെ ഏകദേശ രൂപവും ഐഡിയ ഒക്കെ ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം പ്രശ്നങ്ങളും വിഷയങ്ങളും ഒക്കെ നടക്കുമ്പോൾ അവൻ അതിനെ പ്രതികരിക്കാനായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ അവനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്ന സമയത്താണ് അവനിപ്പോ പ്രതികരിക്കുന്നത്. അത് പ്രതികരണം എന്നല്ല, അവൻ ജസ്റ്റ് പറഞ്ഞു വെച്ച് സംസാരിച്ച് ഇങ്ങനെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാതെ ഒന്ന് അല്പം സ്വല്പം പറഞ്ഞു വെച്ച് പോവാണ് ചെയ്തത്. ഇനി വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എൻ്റെ പേരിൽ ഇനി വിവാദങ്ങൾ വേണ്ട. അച്ഛൻ്റെ പേരിൽ ഒരുപാട് വിവാദങ്ങൾ ഇപ്പം വന്ന് നിൽക്കുകയാണ്. ആ അച്ഛനെ ഇപ്പോൾ മോശപ്പേര് ഒരുപാടുണ്ട്. അതിൽ നിന്ന് ഈ അച്ഛൻ ചെയ്യാത്ത തെറ്റിനെ കുറിച്ചടക്കം ഇപ്പൊ പറയുന്നുണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട് സുധി കടം വാങ്ങിച്ച കാര്യമൊക്കെ. അച്ഛന് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളും വിഷയങ്ങളും ഇഷ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ കോവിഡ് സമയത്ത് ഒരുപാട് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് അവൻ പറയുന്നത്. പിന്നെ അവനെയും കൃത്യമായിട്ട് അറിയണ്ടാവില്ലല്ലോ അച്ഛൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. അച്ഛനെ തള്ളി പറയുമ്പോൾ അവനത് സഹിക്കുന്നില്ല. അവൻ പറയുന്നുണ്ട് എന്നെ നോക്കിയത് എൻ്റെ അച്ഛനും എൻ്റെ അച്ഛൻ വീട്ടുകാരാണെന്നാണ് പറയുന്നത്. അച്ഛനെ കുറിച്ച് പറയുമ്പോൾ അവൻ അത്രയും സന്തോഷം, ഉള്ളിൽ വിഷമവും ഒക്കെ അടക്കി പിടിച്ചുകൊണ്ടാണ് അവൻ പറയുന്നത്. അച്ഛനോട് അവന് ഒരുപാട് സ്നേഹമുണ്ട്. കാരണം അവനുണ്ടായിട്ടുള്ളത് ആ വ്യക്തി ഒരാളാണെന്നാണ് ആ ഒരു ലൈവ് മുഴുവൻ കണ്ട ഒരു വ്യക്തി എന്ന് എനിക്ക് തോന്നിയത്. ബാക്കി അവരുടെ അച്ഛൻ്റെ ജീവിതത്തിൽ ഒരുപാട് പേര് വന്നു കയറിപ്പോയി. അത് ഇവനെയും ബാധിച്ചിട്ടുണ്ട്. അല്ലാതെ അവരിൽ നിന്ന് അവന് വേണ്ടത്ര കെയറിങ്ങോ കാര്യങ്ങളോ അമ്മയിൽ നിന്നോ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അവനത് കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. ആ സ്ഥാനത്തേക്ക് ഒരുപാട് പേര് വന്ന് കയറി എന്നല്ലാതെ ആ സ്ഥാനത്തിനൊത്ത് അവനെ നമ്മൾ പറയില്ലേ എങ്ങനെയായാലും പെറ്റമ്മയാവില്ല പോറ്റമ്മാന്ന്, ആ ഒരു കാര്യമാണ് അവൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ കാര്യം ഒരാൾ ചോദിച്ചതാണ്. ഫിറോസിക്ക കേസ് കൊടുക്കുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണെന്ന് ചോദിച്ച സമയത്ത് അവന്റെ മറുപടി നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും പല കാര്യങ്ങളും. ഞാൻ ഫിറോസിക്കയായിട്ട് സംസാരിക്കാറുണ്ട്, ഫിറോസിക്ക എന്നെ വിളിച്ചിരുന്നു, ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പൊ എന്തിനാണ് കേസ് കൊടുക്കുന്നത്, വേണോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. പലതും ഉണ്ടാവും, പറയുകയൊക്കെ ചെയ്യും, അതൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ കേസ് കൊടുക്കണോ, ഫയൽ ചെയ്യണോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന്. ആ കുട്ടി നിരപരാധിയാണ്. ആ കുട്ടിക്ക് പറയാൻ പറ്റുന്നതിനും ചെയ്യാൻ പറ്റുന്നതിനും ഒരു പരിധിയുണ്ട്. അപ്പുറത്ത് നിന്ന് പരമാവധി ആ വീട് പണിത ആൾക്കാരെ ദ്രോഹിക്കുമ്പോൾ അവർക്ക് പലതും ചെയ്യേണ്ടി വരാണ്. പക്ഷെ ഇവനത് തടുത്തു നിർത്തുന്നതിനും ഒരു പരിധിയില്ലേ. ഇവനെ മാത്രമായിട്ട് അത് തടുത്തു നിർത്താൻ പറ്റത്തില്ലല്ലോ. കാരണം അവൻ ആ വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തിയല്ല. അച്ഛനെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവനെ വേണ്ടിയിട്ടാണ് ആ വീട് പണിതേ എന്നുണ്ടെങ്കിൽ പോലും അവൻ അവിടെ ഒട്ടും കംഫർട്ട് അല്ലാത്തതുകൊണ്ടാണ് അവൻ അവിടെ നിന്ന് മാറി താമസിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചുണ്ടാവുന്ന കാര്യങ്ങൾക്കൊക്കെ അവൻ എന്ത് പ്രതികരണമാണ് കൊടുക്കുക? എന്നിരുന്നാൽ പോലും അവൻ ആ ഫിറോസ് ഖാനെ വിളിച്ച് സംസാരിക്കുകയും അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ മറ്റൊരാള് ഇവിടെ സംസാരിക്കാൻ പോലും മുതിർന്നിട്ടില്ല. എനിക്ക് താല്പര്യമില്ല സംസാരിക്കാനായിട്ട്, ഞാൻ ഉള്ളതല്ലേ പറഞ്ഞുള്ളൂ, എനിക്കൊരു താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ വ്യക്തിയുടെ അടുത്തൊക്കെ എന്ത് പറയാൻ? അപ്പൊ ഈ പയ്യൻ സത്യം പറഞ്ഞാലേ ഉണ്ടല്ലോ, ഈ പയ്യൻ അതിന്റെ ഇടയിൽ കിടന്നിട്ടുണ്ടല്ലോ കഷ്ടപ്പെടാണെന്നാണ് എനിക്ക് തോന്നിയത്.
ഇവിടെ അച്ഛൻ മരിച്ചതിന് ശേഷം ആ പയ്യനെ ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടി. അതിൽ നിന്നൂടെ പിടിച്ചു കയറി വരാൻ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം പോലും മറ്റൊരാൾ ഓഫർ ചെയ്തതാണ്. അവിടെ നിന്ന് അങ്ങനെ മുന്നോട്ട് വരുന്ന ആ പയ്യനെ എന്താ പറയാ, സോഷ്യൽ മീഡിയയിലിട്ട് ഇങ്ങനെ ദ്രോഹിക്കാനുള്ള ഇതൊന്നും ഇതുവരെ ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷേ ചില കാര്യങ്ങൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവനെ മാനസികമായിട്ട് ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അത് ആര് മൂലമാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാമല്ലോ. ഈ രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയെ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളും കാര്യങ്ങളും ഇവനെ എതിർക്കാൻ പറ്റത്തില്ല. ഇവൻ ആരാണ്? സ്വന്തം മോനല്ലല്ലോ. സ്വന്തം മോനാണെന്നുണ്ടെങ്കിൽ എന്താ അമ്മ കാണിക്കുന്നതെന്ന് ചോദിക്കാം. ഇവൻ എന്ത് വോയിസ് ആണുള്ളത് അവിടെ രേണുവിന്റെ അടുത്ത് അങ്ങനെ ചോദിക്കാനായിട്ട്? അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്തോട്ടെ എന്ന് അവനെ പറയാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ ഇവനെ എന്ത് എതിർക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്? എന്ത് തുറന്നു പറയണം എന്നാണ് പറയുന്നത് നിങ്ങൾ? അവനെ കൊണ്ട് കഴിയത്തില്ല. അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരനുസരിക്കുന്നു തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അവൻ ആരാണ്? അവരുടെ ആരുമല്ല. അപ്പൊ അവനൊരു പരിധി ഉണ്ട് എല്ലാത്തിനും. അമ്മ എന്താ ചെയ്തോ എന്നല്ലാതെ അവനോട് ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് അവരെ എതിർത്ത് സംസാരിക്കണോ? നിങ്ങൾ എന്ത് തോന്നിയാസം ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് എതിർത്ത് സംസാരിക്കണോ? അതവന് കഴിയോ? ഒട്ടുമില്ല. അവൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ സാധിക്കും. അവനിപ്പോൾ അവൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ആയിട്ട് യൂട്യൂബ് ചാനലിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ഈ തോന്നിയാസങ്ങൾ എന്തിനാ എനിക്കെതിരെ കാണിച്ചു കൂട്ടുന്നത്, എന്ത് വേഷം നിങ്ങൾ കെട്ടുന്നത്, എന്താ കാണിച്ചു കൂട്ടുന്നതെന്നൊക്കെ വേണമെങ്കിൽ അവന് ചോദിക്കാം. ആ ചോദിക്കുന്നതിൽ ഒരു മാന്യതയുണ്ടോ? സത്യം പറഞ്ഞാൽ അവൻ നല്ല പയ്യനായതുകൊണ്ടാണ് ഇതിനൊന്നും പ്രതികരിക്കാതെ അവൻ ഒതുങ്ങിക്കൂടുന്നത്. തെറ്റുകൾ പറ്റാത്ത മനുഷ്യരില്ല. പ്രത്യേകിച്ച് അവന് 10-20 വയസ്സും കൂടെ പ്രായമായിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെയുള്ള സമയത്ത് പക്വതയില്ലാത്ത പ്രായത്തിൽ പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. എന്തായാലും ആ തെറ്റുകളെല്ലാം തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് ആ പയ്യൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ അമ്മ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ സപ്പോർട്ടൊന്നും ഉണ്ടാവാനായിട്ട് കാര്യങ്ങളായിട്ട് ഉണ്ടാവാനൊന്നും പോകുന്നൊന്നുമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഉണ്ടായ കൊച്ചിനെ നോക്കാൻ നേരമില്ലാത്ത ആളാണ് പിന്നെ എല്ലാവരിലും ഉണ്ടായ കൊച്ചിനെ നോക്കാനായിട്ട് പോകുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല.